ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മുടെ പുതിയ നിസാൻ്റെ ടെക്ടോൺ ഇറങ്ങിയതിന് ശേഷം കുറച്ച് പേരുടെ ഡൗട്ടാണ് ഇതിൽ ഏതാണ് നല്ലത്, ഏത് വണ്ടിയാണ് എടുക്കേണ്ടത്, ഡിസൈൻ ഓക്കെ, മറ്റതൊക്കെ, ഫീച്ചേഴ്സ്, പിന്നെന്താ പവർ ഓപ്ഷൻസ്, വേരിയൻസ്, പ്രൈസ്, ഇതെല്ലാം നോക്കുമ്പോൾ ഏതാണ് നല്ലത് എന്നുള്ളത്. നമുക്കിപ്പോൾ എന്തായാലും എല്ലാ സാധനങ്ങളും ഡിസൈൻ ആണെങ്കിൽ രണ്ട് വണ്ടികളും ഞാൻ സൈഡ് ബൈ സൈഡ് കാണിച്ചു തരാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതെങ്ങനെയാണ് എന്നുള്ളത്. അതുപോലെ നമുക്ക് ഇൻറ്റീരിയർ ആയിക്കോട്ടെ, ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, പിന്നെ പ്രൈസ്, അതുപോലെ ഓരോ വേരിയൻസിന് അവൈലബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം വെച്ച് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യം ഏതായാലും രണ്ട് വണ്ടികൾ ഡിസൈനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. സോ ഇവിടെ നിങ്ങൾക്ക് മുകളിൽ ടെക്ടോൺ കാണാം, താഴെ നമ്മുടെ ഡസ്റ്റർ കാണാം. ആൻഡ് ഒരു സംശയം വേണ്ട, ഫ്രണ്ട് ഡിസൈനിലാണ് ഈ രണ്ട് വണ്ടികളും ഏറ്റവും കൂടുതൽ ഡിഫറൻസ് ഉള്ളത്. ഡസ്റ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണലി ഡാഷ ഡസ്റ്റർ വരുന്നുണ്ട്, അത് കുറച്ചൊക്കെ ഒന്ന് മാറ്റം വരുത്തിയിട്ടാണ് റെനോ ഇന്ത്യയിൽ വണ്ടി ഇറക്കിയത്. പക്ഷേ ആ സെയിം പ്ലാറ്റ്ഫോം റെനോയുടെ RGMP എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്തിട്ടുള്ള നിസാൻ്റെ ഒരു വേർഷനിലാണ്, അതായത് സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നിസാൻ എടുത്തവരുടെ ടെക്ടോൺ ഇറക്കിയിരിക്കുന്നത്. ഫ്രണ്ട് ഡിസൈൻ നമുക്ക് ഡസ്റ്ററിൽ ഈ ഒരു ഷേപ്പ് നമ്മൾ ഇതിനു തന്നെ കണ്ടിട്ടുണ്ട്, അതായത് ഇവിടെ കണ്ടിട്ടുണ്ട്. അതല്ലാതെ നിസാൻ എടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രഷ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അവരിതിനെ പെട്രോൾ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈൻ എന്ന് പറയുന്നു. ആൻഡ് നമുക്കൊരു C ഷേപ്ഡ് ആയിട്ടുള്ള LED DRLs കിട്ടുന്നുണ്ട്. അതുപോലെ ഹെഡ് ലാംപ്സിൻ്റെ ഡിസൈൻ നല്ല വ്യത്യാസമുണ്ട് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ. ഗ്രില്ലിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, ബമ്പറിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, നമുക്ക് ടെക്ടോണിൽ വെച്ച റെഡ് എലമെൻറ്റും നമ്മുടെ നിസാൻ്റെ ലോഗോയുടെ സൈഡിൽ കൂടെ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് പേഴ്സണലി ഫ്രണ്ട് കുറച്ചുകൂടെ പ്രീമിയം ആയിട്ട് തോന്നി ടെക്ടോണിൻ്റെ ഫ്രണ്ട്. അല്ലാതെ ബാക്കി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സൈഡ് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ രണ്ട് വണ്ടികളും സെയിം ആണ്, എക്സാക്ട്ലി സെയിം ആണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ആകെപ്പാട് ഒരു ഡിഫറൻസ് പറയാൻ പറ്റുന്ന അലോയ് വീൽസിൻ്റെ കാര്യത്തിലാണ്. എനിക്ക് പേഴ്സണലി ടെക്ടോണിൻ്റെ അലോയ്സ് ആണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഡസ്റ്ററിൻ്റെ 218 ഇഞ്ച് തന്നെയാണ്, ടയർ സൈസ് എല്ലാ കാര്യങ്ങളും സെയിം ആണ്. പക്ഷേ സൈഡിലുള്ള ഡസ്റ്ററിൻ്റെ ഐക്കോണിക് എന്ന് പറഞ്ഞൊരു ലോഞ്ച് എഡിഷൻ ബാഡ്ജിങ് ഉണ്ട്, അത് ഇതിൻ്റെ അകത്ത് ഒരു കുറച്ചുകൂടി ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ടെക്ടോണിൻ്റെ ആ മിററിൻ്റെ സൈഡിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ഡിസൈൻ എലമെൻറ്റ് ഉത്സാനം, അത് ഒരു ഇത്തിരി മെസ്സപ്പ് ചെയ്തപോലെ തോന്നി. പിന്നെ ഇതിൻ്റെ വേരിയൻസ് ആണെങ്കിൽ പോലും നമുക്ക് T160, T280 എന്ന് പറഞ്ഞ ഇതിലാണ് വരുന്നത്, അതായത് ടോർക്കിൻ്റെ ബേസിസിലാണ് മെഷർ ചെയ്യുന്നത്. ഡസ്റ്ററിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പവറിൻ്റെ ബേസിസിൽ, അതായത് TC100ഉം TC160 എന്നുള്ള പേരിലാണ് വരുന്നത്. അതാണ് നമ്മുടെ ബാക്കി സാധനങ്ങൾ. ഇനി റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഓൾമോസ്റ്റ് സെയിം ആണ്. ബമ്പറിൻ്റെ ഡിസൈൻ വ്യത്യാസമുണ്ട്, പക്ഷെ അതല്ലാതെ പറയാനാണെങ്കിൽ ആകെപ്പാട് നമ്മുടെ ടെയിൽ ലാംപ്സിന് ഇപ്പോൾ ഡസ്റ്റർ എടുക്കുകയാണെങ്കിൽ ഒരു V തിരിച്ച് വെച്ച പോലത്തെ ഡിസൈനാണ് കിട്ടുന്നത്. ടെക്ടോണിനാണെങ്കിൽ നമുക്കൊരു കൈൻഡ് ഓഫ് ഒരു C ഷേപ്പ് പോലത്തെ ടെയിൽ ലാംപ്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ്. ഇനി ഡയമെൻഷൻസ് എടുക്കുകയാണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. വീൽ ബേസ് സെയിം ആണ്, വിഡ്ത്തും രണ്ടിൽ സെയിം ആണ്. ഹൈറ്റിൻ്റെ കാര്യത്തിൽ ഡസ്റ്റർ ഇത്തിരി കൂടുതലാണ്, ഏകദേശം ഒരു 26 mm ഡസ്റ്ററിന് കൂടുതൽ വരുന്നുണ്ട്. അത് ആക്ച്വലി അത്യാവശ്യം നല്ലൊരു വ്യത്യാസമാണ്. പക്ഷേ ലെങ്ത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ടെക്ടോൺ വളരെ മിനിമലായിട്ടുള്ള ഒരു തരി ലെങ്ത്ത് കൂടുതലുണ്ട്, 2 mm ലെങ്ത്ത് ടെക്ടോണിന് കൂടുതലാണ്. ഇത് മാത്രമാണ് ഡയമെൻഷൻസിൽ വ്യത്യാസം വരുന്നത്. സോ ഇതാണ് നമ്മുടെ രണ്ട് വണ്ടികളും എക്സ്റ്റീരിയറിലുള്ള ഒരു കമ്പാരിസൺ. നിങ്ങൾക്ക് ഏകദേശം ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബൈ ദ വേ ബൂട്ട് സ്പേസ് ഒക്കെ രണ്ട് വണ്ടികളിൽ സെയിം ആണ്, 518 ലിറ്റേഴ്സ് തന്നെയാണ്. നമുക്ക് ഇനി ഇൻറ്റീരിയറിലേക്ക് കിടക്കാം. ഇവിടേക്ക് വരുമ്പോഴേക്കും അഗൈൻ കളർ കോമ്പിനേഷനിലാണ് മെയിനായിട്ട് ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ടെക്ടോണിൽ അവർ ഒരുപാട് കളേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു വയലറ്റോ അല്ലെങ്കിൽ ഒരു പേർപ്പിൾ പോലത്തെ ഫിനിഷ് ഉണ്ട്, പിന്നെ നമുക്ക് വൈറ്റ് കിട്ടുന്നുണ്ട്, പിന്നെ സിൽവർ ആക്സൻസ് ചില സ്ഥലത്തുണ്ട്, ബ്രോൺസ് അവർ പല സ്ഥലങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കളേഴ്സിൻ്റെ ഒരു ബഹളമാണ്. ഡസ്റ്ററിൽ അങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ്റെ കോമ്പിനേഷനും പിന്നെ ചില സ്ഥലത്ത് സിൽവർ മാത്രമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത്രയും വെറൈറ്റി ഓഫ് കളേഴ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ടെക്ടോൺ ഇൻറ്റീരിയർ സെൽഫ് ഇഷ്ടപ്പെടുമായിരിക്കും. അതുമാത്രമേ ചേഞ്ച് ആയിട്ട് പറയാനുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാത്തിലും വരുന്ന എക്സാക്ട്ലി സെയിം ആണ്. ടെക്ടോണിൽ കുറച്ച് ഫീച്ചേഴ്സ്, 1-2 ഫീച്ചേഴ്സ് മിസ്സിംഗ് ആണെങ്കിലേ ഉള്ളൂ. അതായത് ADAS ഫീച്ചേഴ്സ് ഒന്നും ടെക്ടോണിൽ നിസാൻ ആക്ച്വലി ഫുള്ള് കൊടുത്തിട്ടില്ല. റിയർ ട്രാഫിക് ക്രോസ് അലർട്ടും പിന്നെ ഒരു ADAS ഫീച്ചറും കൂടെ ടെക്ടോണിൽ മിസ്സിംഗ് ആണ്. അതല്ലാതെ നോക്കുകയാണെങ്കിൽ വേറെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഇല്ല. പിന്നെ ഒരു ചേഞ്ച് പറയാൻ പറ്റുന്ന UI കാര്യത്തിലാണ്. നമുക്കിപ്പോൾ ഡസ്റ്ററിന് എടുക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി അതിൻ്റെ ക്ലസ്റ്റർ, പ്രത്യേകിച്ച് ഇൻസ്റ്റോൺ ക്ലസ്റ്റർ, രണ്ടിൻ്റെ സൈസൊക്കെ സെയിം ആണ് കേട്ടോ. പക്ഷേ ഡസ്റ്ററിൻ്റെ ആനിമേഷൻ സാധനങ്ങളെല്ലാം പിന്നെ ടാക്കോമീറ്റർ കാണിക്കുന്ന എല്ലാവരും ഇത്തിരി വിയേഡായിരുന്നു. ടെക്ടോണിൽ അങ്ങനത്തെ വലിയ പ്രശ്നമില്ല. നമുക്ക് ഏകദേശം ഒരു കൺവെൻഷണൽ സ്റ്റൈലിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അവർ കുറച്ചും കൂടെ അപ്പീലിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതിപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് ചെറിയൊരു UI കാര്യത്തിൽ വ്യത്യാസം പറയാൻ പറ്റും. രണ്ടിൻ്റെയും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം 10.1 ഇഞ്ച്, ഇൻസ്റ്റോൺ ക്ലസ്റ്റർ 10.25 ഇഞ്ച്, അതൊക്കെ സെയിം ആണ്. ഇനി കോമൺ ഫീച്ചേഴ്സ് പറയാനാണെങ്കിൽ പവർ ടെയിൽ ഗേറ്റ് വരുന്നുണ്ട്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്, പിന്നെ ഇനി പറഞ്ഞ സ്ക്രീൻസ് രണ്ടെണ്ണം നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്, വയർലെസ് ചാർജർ, പിന്നെ വയർലെസ് ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ, പാനോറാമിക് സൺറൂഫ്, ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ്സ്, പിന്നെ പവർഡ് സീറ്റ്സ് നമുക്ക് ഫ്രണ്ടിലത്തെ രണ്ടെണ്ണം കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ പറയാനാണ് ഒരുപാട് പറയേണ്ടി വരും, അതുകൊണ്ട് തൽക്കാലത്തേക്കും പറയുന്നില്ല. രണ്ട് വണ്ടികളിലും ബാക്കി എല്ലാ സാധനങ്ങളും എക്സാക്ട്ലി സെയിം ആണ്. ഇനി സീറ്റ്സിൻ്റെ കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കളേഴ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ടെക്നോളജി നമുക്കൊരു വൈറ്റ് ആൻഡ് പർപ്പിളിൻ്റെ ഫിനിഷാണ് കിട്ടുന്നത്. സെൻറ്റർ കൺസോൾ ആ ഒരു മറ്റേ സെപ്പറേറ്റ് ഡാഷ്ബോർഡിൻ്റെ അവിടെയായിട്ട് നമുക്ക് ആംബ്രസ്റ്റിൻ്റെ കൂടെ ഈ ബ്രോൺസ് എലമെൻറ്റ്സ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഡസ്റ്ററിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ബ്ലാക്ക് ആ ഒരു സിൽവർ ഫിനിഷൊക്കെ തന്നെ വരുന്നുള്ളൂ. പിന്നെ സീറ്റ്സ് ആണെങ്കിലും പച്ചയും ബ്ലാക്കും ആണ്, സിമ്പിളാണ്. ഇവിടം കൊണ്ട് ഡിഫറൻസ് തീർന്നോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇല്ല, ഡിഫറൻസ് ആക്ച്വലി തുടങ്ങാൻ പോകുന്നുള്ളൂ. എക്സ്റ്റീരിയറിലും കൂടുതൽ ഡിഫറൻസ് ആക്ച്വലി ഇൻറ്റേർണലി വന്നിട്ടുണ്ട്. അതായത് പ്ലാറ്റ്ഫോം, എഞ്ചിൻ ഓപ്ഷൻസ് എല്ലാ സാധനങ്ങളും സെയിം ആണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എഞ്ചിൻ ഓപ്ഷൻസ് എല്ലാം രണ്ടിലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. സാധാരണ ഇപ്പോൾ നമ്മുടെ മാരുതി, ടൊയോട്ട എല്ലാത്തിൻ്റെ ഏത് റീബാഷ് വണ്ടി എടുത്താലും മിക്കതിലും പവർ ട്രെയിൻ ഓപ്ഷൻസ് എല്ലാം സെയിം ആയിരിക്കും. പക്ഷേ നമുക്ക് ഡസ്റ്ററിൽ 1 ലിറ്റർ ടർബോ, 1.3 ടർബോ പെട്രോൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. 1 ലിറ്റർ ആണ് മാനുവൽ മാത്രമേ ഉള്ളൂ. 1.3 ടർബോ ആണ് DC ടീം, അതുപോലെ 6 സ്പീഡ് മാനുവലും ഉണ്ട്. DC ടീം നമുക്ക് വെറ്റ് ക്ലസ് DC ആണ് കിട്ടുന്നത്, 6 സ്പീഡാണ്.
പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡസ്റ്ററിൽ ഇപ്പോൾ വരാത്തൊരു ഹൈബ്രിഡ് ഉണ്ട്, പക്ഷേ അതൊരു 1-2 മാസത്തിനുള്ളിൽ ഇനിയിപ്പോൾ വരും. ആ സാധനം നമുക്ക് ടെക്ടോണിൽ കിട്ടുന്നതായിരിക്കില്ല. അത് അത്യാവശ്യം നല്ലൊരു ഇതാണ്, കോമ്പിനേഷനാണ്. കാരണം നമുക്ക് 1.8 ലിറ്റർ എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള 1.8 കിലോ വാട്ട് ബാറ്ററി പാക്കൊക്കെ വരുന്ന DST ട്രാൻസ്മിഷനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ഹൈബ്രിഡ് സിസ്റ്റമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പവറിൻ്റെ കേസ് നമുക്ക് 163 PS അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഈ സെഗ്മെൻറ്റിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വേറൊരു ഹൈബ്രിഡ് സിസ്റ്റം ഇല്ല. 0-100 9 seconds ഒക്കെയാണ് ക്ലെയിം ചെയ്യുന്നത്. ബാക്കി ഇപ്പോൾ ഹൈറൈഡർ അതൊക്കെ ആണെങ്കിൽ ഏകദേശം 11 seconds ആണ് നല്ല കണ്ടീഷൻസിൽ ബാറ്ററിനൊക്കെ ചാർജ് ഉണ്ടെങ്കിൽ 0-100 എത്തുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. സോ അതിനേക്കാൾ ഫാസ്റ്റാണ്, കൂടുതൽ എഫിഷ്യൻ്റ് ആയിരിക്കാം, പിന്നെ കുറച്ചുകൂടെ ബെറ്റർ ടെക്നോളജിയാണ്, 4 സിലിണ്ടർ എഞ്ചിനാണ്. അങ്ങനെ ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉണ്ട്. പക്ഷേ ഈ സംഭവം നമ്മുടെ നിസാനിന് റെനോ കൊടുത്തില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, നിസാനൊക്കെ അല്ലേ ടോപ്പ് മാനേജ്മെൻറ്റ് നിൽക്കുന്ന, റെനോ അവരുടെ അടിയിലല്ലേ എന്ന്. ഇവർക്ക് ആക്ച്വലി ഒരു ജോയിൻറ്റ് വെഞ്ചറാണുള്ളത്. പക്ഷേ ഇന്ത്യയിൽ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ഇപ്പം നിലവിൽ റെനോ ആണ്. നിസാൻ അവരുടെ എല്ലാ സാധനങ്ങളും, ഇപ്പം അവരുടെ പ്രൊഡക്ഷൻ പ്ലാന്റൊക്കെ ആണെങ്കിലും റെനോ ആണ് ഓൺ ചെയ്യുന്നത്, നിസാൻ അല്ല. അതുകൊണ്ട് റെനോയ്ക്കാണ് ഇവിടെ എല്ലാ സാധനങ്ങളും കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ളത്. അതുകൊണ്ടാണ് ചില ഫീച്ചേഴ്സ്, ഇപ്പോൾ എഡാസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ അവർക്ക് കൊടുക്കായിരുന്നു, ഹൈബ്രിഡ് റെനോ അവർക്ക് കൊടുക്കാതിരുന്നു ഒക്കെ. ഇനി ഇതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഏതായാലും നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. എടുത്ത് ഹാപ്പി ആയിട്ട് 2 വണ്ടികൾ ഓടിക്കാം. പ്രശ്നം വരാൻ പോകുന്നത് ഒരു പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞ്, ഒരു 4-5 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ടെക്ടോണിൽ തട്ടി ഫ്രണ്ടിലത്തെ ബമ്പർ വേണം അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ ഗ്രില്ല് വേണം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ കയ്യിൽ സാധനം ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ടേജ് വരികയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായേക്കാം. നമുക്ക് പാർട്സിൻ്റെ അവൈലബിലിറ്റിക്ക് ചില സ്പെസിഫിക് പാർട്സ് ഉണ്ടല്ലോ ഈ ഡിസൈനിൽ മാത്രം വരുന്ന, അതൊക്കെ കിട്ടാൻ ഒരു പക്ഷേ ബുദ്ധിമുട്ടായേക്കാം. ഇത് ഇവർക്ക് മാത്രമല്ല, നമ്മുടെ അർബൻ ക്രൂസർ ഹൈറൈഡർ അല്ല, അർബൻ ക്രൂസർ മാത്രം, മറ്റേ ബ്രസ ബേസ് ചെയ്ത് ആദ്യം നമ്മുടെ ടൊയോട്ട ഇറക്കിയ ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ബമ്പർ ഗ്രില്ല് അങ്ങനത്തെ ചില സാധനങ്ങൾ ഒരു നീഷ് പ്രൊഡക്റ്റ് ആയതുകൊണ്ടായിരിക്കാം അതൊന്നും ഇപ്പോൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇവരുടെ കേസിൽ ഫ്യൂച്ചറിലാവൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു റിസ്ക് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. വേറെ ഇപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഇപ്പോൾ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു കൺസേൺ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒഴിവാക്കാമെന്ന് മാത്രമേ ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, അല്ലാണ്ട് ഡീഗ്രേഡിംഗ് ഒന്നുമല്ല. ഏതായാലും ചിലതൊന്നും കൊടുത്തില്ലെങ്കിലും ആ 1 ലിറ്റർ എഞ്ചിൻ കുറച്ചും കൂടെ വൈഡായിട്ട് കൊടുക്കാൻ നിസാന് റെനോ സമ്മതിച്ചിട്ടുണ്ട്. ഡസ്റ്ററിലാകപ്പാടെ 3 താഴത്തെ 2 വേരിയൻസിൽ, താഴത്തെ 3 വേരിയൻസിൽ മാത്രമേ ഉള്ളത്. പക്ഷേ ടെക്നോണിൽ നമുക്ക് ബേസ് മുതൽ ടോപ്പ് വരും. നിങ്ങൾക്ക് കാണാം ആ 1 ലിറ്റർ MT എന്ന് പറയുന്നത് നമുക്ക് വിഷയം മുതൽ ടെക്ന പ്ലസ് വരെ എല്ലാത്തിലും കിട്ടുന്നുണ്ട്. ഡസ്റ്ററിലാകപ്പാടെ ആ 3 വേരിയൻസിൽ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 13.49 lakhs ഡസ്റ്ററിൻ്റെ ടെക്നോയിൽ തീരും. ഈ ടെക്നോണിൽ നമുക്ക് വിഷയ പ്ലസ് എന്ന് പറഞ്ഞാൽ ഈ 2 ഡസ്റ്ററിലില്ലാത്ത നടുവിലുള്ളൊരു വേരിയൻറ്റ് വന്നിട്ടുണ്ട്. അതല്ലാതെ എൻകണക്ട് വേരിയൻറ്റ് അതിന് മുകളിൽ, അതായത് നമ്മുടെ എൻകണക്റ്റ് ആണ് ടെക്നോയുടെ സിമിലർ ആയിട്ടുള്ള വേരിയൻറ്റ്. പക്ഷേ എൻകണക്റ്റിൽ ഇത്തിരി കൂടെ ഫീച്ചേഴ്സും കൂടുതലാണ്. പക്ഷേ അതല്ലാതെ നമുക്ക് ടെക്ന പ്ലസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ടും കിട്ടുന്നുണ്ട്. സോ അത് കൊള്ളാം. ഇനി 1.3 എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡസ്റ്ററിൻ്റെ സെക്കൻഡ് ബേസ് മുതലേ അത് കിട്ടുന്നുണ്ട്. ഈ ടെക്ടോണിൻ്റെ അകത്ത് അത് ആക്ച്വലി സംഭവിക്കുന്നില്ല. ആക്സൻ്റെ മുതലാണ് നമുക്ക് DCTയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതും DCTയിലാണ് തുടങ്ങുന്നത്. മാനുവൽ നമുക്ക് എൻകണക്റ്റ് മുതലേ തുടങ്ങുന്നുള്ളൂ. സോ അതൊക്കെ അവർ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചിരിക്കുന്ന സംഭവങ്ങളാണ്. 2 വണ്ടികളും എക്സാക്ട്ലി സെയിം പ്രൈസ് പോയിന്റിൽ വരാതിരിക്കാനായിരിക്കും ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാലും ടോപ്പ് വേരിയൻ്റെ ബേസ് മോഡലല്ല, ബേസ് മോഡൽ എക്സാക്ട്ലി സെയിം പ്രൈസ് തന്നെയാണ്. ടോപ്പ് മോഡൽ നമുക്ക് ചെറിയ വ്യത്യാസമുണ്ട്, ടെക്നോണിന് ഒരു 10,000 രൂപ കൂടുതലുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ടെക്ന പ്ലസ് നമുക്ക് ടെക്നോണിലെ ടോപ്പ് എൻഡിൽ അവൈലബിൾ അല്ല, മാനുവലിൽ DCT മാത്രമേ കിട്ടുന്നുള്ളൂ. അത് പക്ഷേ നമുക്ക് ഡസ്റ്ററിൽ കിട്ടുന്നുണ്ട്. സോ റെനോ കുറച്ചും കൂടെ അവരെ ഫേവർ ചെയ്ത് നിൽക്കുന്ന 1.3 ടർബോ പെട്രോളും ഹൈബ്രിഡും ആണ്. ടെക്ടോണിന് ഒരു ഈ 1 ലിറ്റർ വേരിയൻസും കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആകപ്പാടെ തോന്നിയത് 1 ലിറ്റർ എന്തായാലും മാനുവൽ ഇത്രയും കൊടുത്തു. ഇപ്പോഴത്തെ ആൾക്കാർക്ക് കൂടുതലും പ്രിഫറൻസ് ഉള്ളത് ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ അതിൻ്റെ CVTയും കൂടെ അവർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയനെ, നല്ലൊരു കോമ്പിനേഷൻ ആയതിനെ ആൾക്കാർ എടുത്തേനെ. ഇനി എക്സ്ക്ലൂസീവായിട്ട് ടെക്നോണിൽ മാത്രം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഡസ്റ്ററിലും കുറച്ച് കൊടുത്തോട്ടെ. പക്ഷേ എന്നാലും ശരിക്കും ടെക്നോണിന് CVT കൊടുത്തിരുന്നത് നല്ലതായിരുന്നു. അവർ 1 ലിറ്റർ മാനുവലിനകത്ത് ഗിയർ റേഷ്യോ ഒക്കെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അത് അത്യാവശ്യം ഫാസ്റ്റ് ആക്കിയത്, ഒരു 100 വരെ. അല്ലെങ്കിൽ ഇത് നമ്മുടെ മാഗ്നറ്റിലും കൈകളിലും വരുന്ന എഞ്ചിനാണ്, ചിലപ്പം സ്ലോ ആയി പോയതിന്. പക്ഷേ ഡസ്റ്റർ മീഡിയ റിവ്യൂസ് ഒക്കെ നമ്മൾ കണ്ടു, അതിനകത്തൊക്കെ അത്യാവശ്യം നല്ലതാണ്. സോ അതുപോലെ അവർക്ക് CVT നന്നായിട്ടൊന്ന് കാലിബ്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. CVT കാലിബ്രേഷനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ എന്നാലും ചെയ്യാൻ പറ്റിയത് നല്ലതായിരുന്നു. എനിവേ ഗൈസ്, ഇതാണ് നമ്മുടെ കമ്പാരിസൺ. നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ടത് എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ അല്ലെങ്കിൽ പ്രൊഡക്ട്സോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ടും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.